അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് എന്തായിരിക്കും? ഞാൻ ഏതെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കും, അങ്ങനെ ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി താമസിക്കും, വേറെ ഏതെങ്കിലും രാജ്യത്ത്. മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ അല്ല, അത്യാവശ്യം പൈസ എപ്പോഴത്തേക്ക് ആക്കണം. കുറേ കാലം തൊഴിലെടുക്കാതെ വെറുതെ താമസിക്കണം. സിന്ദഗി നാം ഇല്ലെങ്കിൽ സിനിമയിലെ ഹൃതിക് റോഷൻ പറയാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 30 തൊട്ട് 40 വയസ്സ് വരെ പട്ടിയെ പോലെ പണിയെടുത്ത് 40-ആം വയസ്സ് റിട്ടയർഡ് ആവണം. അതെ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു എയിം. അല്ല, ഇങ്ങനെ ആളും ബഹളമൊന്നും അധികം ഇല്ലാത്ത, നമ്മളെ തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. അത് ഞാൻ വേറെ രാജ്യം ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ പോസ്റ്റ് രാജ്യത്ത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യത്ത് പോയി താമസിക്കാനുള്ള അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതാണ് ഈ നമ്മളിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ ആൾക്കാരെ പറഞ്ഞു, അവരുടെ ഹാർഡ് കോർ ഫാൻസിനെ പറഞ്ഞു, ഇപ്പം ജെനുവിൻ ഫാൻസിനെ പറഞ്ഞു. ഇതൊന്നുമല്ലാത്ത നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പല തട്ടിൽ നമുക്ക് അണികളെ നിരത്താം. ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന അണികളുണ്ട്, ഒരു ഇടത്തര അണികളുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാൻ നിൽക്കുന്ന അണികളുണ്ട്, തല്ലാനും കൊല്ലാനും നിൽക്കുന്ന അണികളുണ്ട്, ഒരു ബോധം അണികളുണ്ടാവും. ഈ കൂട്ടത്തിലും കാണുമ്പോൾ ഇപ്പൊ ഒരു ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടയ്ക്ക് അവൻ നെഗറ്റീവ് അവനെ തല്ലണം എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരതിന്റെ ആ ഒരു സെൻസ് എടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ ഈ ആക്രമണവും കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് ഇടിച്ചു കയറി വരുക? ഇല്ലില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ? ഒന്നാമത് ഞാൻ അങ്ങനെ അവൈലബിൾ അല്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ. അല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് പുറത്ത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അശ്വന്ത് ഏതോ ഒരു കടയിൽ മാസ്ക് ഇട്ടിട്ട് പോയി എന്തോ മേടിക്കാൻ പുറകിൽ നിന്ന് ഒരുത്തം പറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുക. അശ്വന്ത് പെട്ടെന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഉണ്ട്? ആണോ? അതിപ്പോ നോക്കിയത് വീഡിയോ കണ്ടിട്ടല്ല നോക്കിയത്. അശ്വന്ത് നോക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കടയിൽ പോയി ഒരു സാധനം മേടിക്കുക, ഇന്നത്തേക്കുള്ള റിവ്യൂവിനുള്ള സാധനം മേടിക്കണം മച്ചാന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തു. മറ്റേ ഫാൻസി ഷോപ്പില് അത് അവൻ എടുത്തപ്പോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ഇട്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്താ മെഡിക്കൽ ഷോപ്പല്ല, ഫാൻസി കടയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ വീഡിയോസ് ഫോട്ടോസ് ആൾക്കാർ എടുക്കാറുണ്ട്, ഒളിച്ചു നിന്നിട്ടൊക്കെ എടുക്കാറുണ്ട്, ദൂരെ നിന്നൊക്കെ എടുക്കാറുണ്ട്, സൂം ചെയ്തിട്ടൊക്കെ. അത് വെറുതെ മറ്റുള്ളവരെ കാണിക്കാനോ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും, ഫേക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യാലോ. ഇത്രയും സ്ട്രെസ്സും പ്രഷറിലും നിൽക്കുന്ന ഒരാള് ദൈവവിശ്വാസിയാണോ? നെവർ എവർ. അന്നുമല്ല ഇന്നുമല്ല. എന്തിനാണ് വിശ്വാസം ശരിക്കും? എങ്ങനെ വിശ്വാസം? ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ഇൻ സയൻസ്. ഞാനൊരു എത്തീസ്റ്റാണ്. ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദൈവം സംഭവം ഇല്ല. ഇല്ല, ഇല്ലാത്ത സാധനത്തിൽ പിന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. തീസ്റ്റും ഉണ്ട് എത്തീസ്റ്റും ഉണ്ട് അല്ലേ? തീസ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, രണ്ടും ഉണ്ടല്ലോ. ഉണ്ട്, ഓരോ ആൾക്കാരോ ടൈപ്പ് അല്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ഏത്തീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം, ദൈവം ഇല്ല എന്ന്. മറ്റേ നിങ്ങൾ പറയുന്ന ആന്റഗണിസ്റ്റ് അല്ല, മറ്റേ എന്താ ഞാൻ ചോദിക്കട്ടെ, വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് പക്ഷെ വിശ്വസിക്കുന്നില്ല. ബാക്കി ഞാൻ മറന്നു. ഈ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് ശരിക്കും എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് അശ്വന്ത് പറയുന്നു, ഇപ്പം ഇവിടെ ഇപ്പൊ അല്ല ഞാൻ പറയുന്നു ഇവിടെ മോഹൻലാൽ ഉണ്ട്, ഞാൻ പറയുന്നത് ഞാൻ വിശ്വാസിയാണ്, ഇവിടെ മോഹൻലാൽ ഉണ്ട്, എന്നെ തീസ്റ്റ് വിളിക്കുന്നു. അശ്വന്ത് പറയാണ്, അശ്വന്തിന് അറിയാം അവിടെ മോഹൻലാൽ ഇല്ല. അപ്പൊ അശ്വന്ത് പറയാണ് ഇല്ല, ഇല്ലാത്തൊരു അശ്വന്തിന് കൃത്യമായിട്ട് അവിടെ ഇല്ലെന്നുള്ളത്. പിന്നെ അശ്വന്ത് എന്തിനാണ് സ്വയം ഇല്ലാത്ത ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നതിന് അയാളെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളോട് വന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വിശ്വാസിയാണ് ചോദിച്ചോണ്ട്. അല്ല, അപ്പോഴും ഒരു പേര് പറയേണ്ട ആവശ്യം എന്താ? അപ്പം ഇപ്പൊ എയ്ത്തിസ്റ്റ് എന്ന് പറയുന്നൊരു പേരിന്റെ ആവശ്യമുണ്ട് ശരിക്കും? ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ വിളിക്കാൻ ഒരു പേരുണ്ട്. അതൊരു വാക്കല്ലേ, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന വാക്കല്ലേ. അതിപ്പോ അവരെന്തെങ്കിലും വിളിക്കണ്ടേ? വാക്കില്ലാതെ എങ്ങനെ വിളിക്കും? ഇടയ്ക്കൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിലങ്ങനെ പോകാറില്ല, പോയാലും രാത്രിയിലാണ്, കാറിൽ പോയി തിരിച്ചു വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ, പകല് പോകേണ്ട സാഹചര്യം വന്നാൽ പകല് പോകും. അത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്. അത് ഇപ്പോഴും കറങ്ങി വരുന്ന റീലാ അത്. അതെന്ന് വെച്ചാൽ നാട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, വീടാക്രമിക്കാനൊക്കെ നോക്കി. എന്തിന്? ഞാൻ അങ്ങനെ കുഗ്രാമം എന്ന് പറഞ്ഞിട്ട് അതിന് കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കി, പിന്നെ ജാഥ നടത്താൻ നോക്കി. അപ്പോൾ അത് അവരങ്ങനെയാണ് അത് എടുത്തത്. കുഗ്രാമം എന്നുള്ളത് അപരിഷ്കൃതമായ ഗ്രാമം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാടിനെ തള്ളിപ്പറഞ്ഞെന്ന രീതിക്ക് എടുത്തത്. പിന്നെ എൻ്റെ ഒരു ടോൺ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഒരു പുച്ഛം. ഞാൻ നാട്ടിൽ ഞാൻ പോകാറില്ല, ആര് ഇതാക്കാറില്ല, ഞാൻ രാത്രി കാറിന് പോയി ഞാൻ തിരിച്ചു വരും. അപ്പോൾ പറഞ്ഞ ടോണിലേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായി എൻ്റെ അടുത്ത്. ആ ദേഷ്യം ഇപ്പോഴും കാണുമായിരിക്കും.
അവരുടെ നാട്ടിലെ ശത്രുക്കൾ അവസ്ഥയാലോചിച്ച് നോക്ക്. സാധാരണ ഏതൊരു എവിടെ മനുഷ്യൻ തിരിഞ്ഞാലും ഏതൊരു ഓൺലൈൻ ശത്രുക്കളുള്ള ആൾക്കാർ നാട്ടിലെങ്കിലും ശത്രു ഇല്ല, നാട്ടുകാരെ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് അതുമില്ല. നാട്ടിലും പുറത്തിറങ്ങാൻ പറ്റില്ല ശത്രുക്കളാ. മിണ്ടില്ല ആൾക്കാർ കണ്ടാലും. ആൾക്കാരെന്നെ കാണുന്നില്ലല്ലോ, ഞാൻ വണ്ടിയില്ലേ പോന്നെ. കൂളിങ് ഒട്ടിച്ച വണ്ടി പോയി ആൾക്കാരെങ്ങനെ കാണാനാ? അപ്പോ അതാണ് അത് അന്നേ ഫ്ലോയിൽ പറഞ്ഞു. അപ്പൊ കുഗ്രാമത്തിന് ആ അപരിഷ്കൃത ഗ്രാമം എന്നുള്ള മാത്രമല്ല അർത്ഥം, റിമോട്ട് വില്ലേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി അങ്ങനെ ഇവര് മറ്റേന്താ പറയുന്നത് ശബ്ദധാര വിലയൊക്കെ എടുത്തു നോക്കിയിട്ടൊക്കെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. വാക്കുകളുടെ അർത്ഥം എടുക്കാൻ പോയാൽ ഭയങ്കര ഡേഞ്ചറാ. ആ ഓരോ വാക്കുകളിലൊക്കെ നമ്മൾ പറയുന്നതിന്റെ അപ്പൊ അത് അന്ന് ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമല്ല. ഒരു നാട്ടുകാർ മൊത്തം ഒരാൾക്കെതിരെ തിരിയുക, എന്നിട്ട് നാട്ടിലിവനെ കാലുകുത്ത സമ്മതിക്കണ പറയാ. അമ്മയും അച്ഛനൊക്കെ പേടിച്ചില്ലേ? ഇല്ല, അങ്ങനെ വീടാക്രമിക്കുന്ന പറഞ്ഞാൽ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാർ നാട്ടിൽ കാണുമല്ലോ. അത് അവരൊരു ആവേശമാണ്. ഞാനത് മെറ്റഫോറിക്കലി പറഞ്ഞു. ഓക്കെ. അത് അവർ കല്ലെടുത്തെറിഞ്ഞല്ല, കാരണം അത്രയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. സിമ്പിൾ. അത് തന്നെ. അത് അവരതങ്ങ് സെലിബ്രേറ്റ് ചെയ്ത്, മനസ്സിലായോ? ആൾക്കാർ ഈ കയോ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആൾക്കാരെ ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 വർഷമായി. പിന്നെ അന്നേരം ഈ ജോലിയുണ്ട്. ഇപ്പോൾ ജോലിയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ പകല് പോകുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും, മനസ്സിലായില്ലേ? പിന്നെ ജോലിക്ക് പോകുന്ന ദിവസം ചിലപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് ഇറങ്ങുന്നേ. അപ്പോൾ ആൾക്കാർ പിന്നെ പൊതുവേ ഞാൻ ഇൻട്രോവേർട്ടേ. ഞാനിപ്പോൾ ആൾക്കാരോട് പണ്ടേ ഞാൻ ഇതില്ല, സംസാരമില്ല. പഠിക്കുമ്പോൾ തൊട്ട് അങ്ങനെ ചെറുപ്പം മുതലേ സംസാരമില്ല, പഠിക്കുമ്പോഴേ ഇല്ല. പഠിക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ. +2 വരെ ഞാൻ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടും ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുള്ള ആളായിരുന്നു. അതിന് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഞാനൊന്ന് കുറച്ചൊരു ഗ്യാങ്ങും കാര്യങ്ങളും ഒരു ധൈര്യമൊക്കെ വന്നേ. പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ഉണ്ട്. പഠിച്ച സ്ഥലത്ത് പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആരോടും മിണ്ടൂല. എനിക്ക് ആളുകളെ ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജെല്ലാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ സെറ്റായിട്ടുണ്ടാവും. അതാണ് നമ്മളെ രീതി. ഈ ഇപ്പൊ സൗഹൃദ വലയം കുറവാണെന്ന് പറഞ്ഞല്ലോ. ചില ആൾക്കാർ ഇൻട്രോവേർട്ട് ആയി പോകുന്നതിന് റീസൺ ഉണ്ടാവും. ചില ആൾക്കാരുടെ ബേസിക് നേച്ചർ അതായിരിക്കും. എന്തെങ്കിലും ചെറുപ്പത്തിലുണ്ടായ ഒരു റീസൺ കൊണ്ടാണോ അങ്ങനെ വന്നത്? അതേ പണ്ട് തൊട്ടേ ബേസിക് നേച്ചർ അത് തന്നെയാണ്. അങ്ങനെ ട്രോമ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പാസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചെറുപ്പം മുതലേ പേടിയാണ്. ആൾക്കൂട്ടം സ്റ്റേജും ഒക്കെ പേടിയാണ്. അപ്പോൾ ഒരു ഈവൻ കല്യാണ വീട്ടിലിങ്ങനെ പോകുമ്പോൾ നിറച്ച ആൾക്കാരല്ലേ, കോൺഷ്യസ് ആവും. ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും, മനസ്സിലായോ? സിനിമാ തിയേറ്ററിൽ തന്നെ പോകുമ്പോൾ ഓൾറെഡി ഫുള്ളി പാക്ഡ് ആയിരിക്കുന്ന സിനിമാ തിയേറ്ററിൽ നമ്മൾ കയറാൻ പേടിക്കും. 2 സ്ഥലത്ത് പേടിയല്ല, ഇൻഹിബിഷൻ. എനിക്ക് ആൾക്കാരെ അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ ഗ്ലാസ് വെക്കുന്നത്. പണ്ട് നമുക്ക് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ, ഐ കോണ്ടാക്ട് ഇല്ലല്ലോ. ഈ സാധനം എനിക്ക് ഉണ്ടല്ലേ? ആൾക്കാർ നമ്മളെ നേരെയാണ് ആൾക്കാർ താഴേക്ക് നോക്കിട്ട് പോയി കയറി. അതല്ല, എന്നിട്ട് ആൾക്കാർ വിചാരിക്കും ഓൾറെഡി തിയേറ്ററിനകത്ത് ഇരുട്ടാ, അവിടെ ഒരു ചങ്ങായി കൂളിംഗ് ഗ്ലാസും വെച്ച് വരുന്നു. അപ്പൊ ഇവൻ എന്ത് വട്ടണം വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ അതാ.